എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫഞ്ചൈ എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫംഗസ് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഹ്യൂമൻ ബീയിങ്സിന് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഹാർംഫുൾ എഫക്റ്റും ഉണ്ടാക്കുന്നുണ്ട്. ഫംഗസിൻ്റെ യൂസ്ഫുൾ എഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് സോഴ്സ് ഓഫ് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ബ്രൂവിങ് ആൻഡ് ബേക്കിംഗ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫുഡിൻ്റെ പ്രോസസ്സിങ്ങിലും ഫ്ലേവറിങ്ങിനും യൂസ് ചെയ്യുന്നുണ്ട്, ഓർഗാനിക് ആസിഡിൻ്റെ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്, ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്, യൂസ്ഫുൾ ആയിട്ടുള്ള കെമിക്കൽസിൻ്റെ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്, ബിയർ ആൻഡ് വൈനിൻ്റെ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്, മെഡിസിൻ്റെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഓർഗാനിക് മാറ്ററിൻ്റെ ഡീകമ്പോസിഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നൈട്രജൻ ഫിക്സേഷനും സോയിൽ ഫോർമേഷനും ഫംഗസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യൂസ്ഫുൾ എഫക്റ്റ് പോലെ തന്നെ ഫംഗസ് ഹാർംഫുൾ എഫക്റ്റും ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഹ്യൂമൻ ഡിസീസ് കോസ് ചെയ്യുന്നുണ്ട്, ക്രോപ്പ് പ്ലാന്റ്സിന് ഡിസീസ് കോസ് ചെയ്യുന്നുണ്ട്, ഫുഡിൻ്റെ സ്പോയിലേജിന് കാരണമാകുന്നുണ്ട്, വുഡിൻ്റെ റോട്ടിങ്ങിന് കാരണമാകുന്നുണ്ട്, കൊമേഴ്ഷ്യൽ ആർട്ടിക്കിൾസിൻ്റെ ഡാമേജിന് കാരണമാകുന്നുണ്ട്, പേപ്പർ പൾപ്പിൻ്റെ ഡിസ്ട്രക്ഷന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഫംഗസ് ടോക്സിൻസും ഹാലുസിനോജൻസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഓരോ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഫംഗസ് അഗ്രികൾച്ചർ ഫീൽഡിലും ഫോറസ്ട്രിയിലും എങ്ങനെ യൂസ്ഫുൾ ആവുന്നു എന്നുള്ളതാണ്. അതിലെ ഫസ്റ്റ് യൂസാണ് പെസ്റ്റിസൈഡ്സിൻ്റെ ഡീഗ്രഡേഷന് ഫംഗസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫംഗസ് പെസ്റ്റിസൈഡ്സിനെ ഡീഗ്രേഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മൈക്രോ റെമഡിയേഷൻ എന്നുള്ളത്. രണ്ട് പ്രോസസ്സ് വഴിയാണ് ഫംഗസ് പെസ്റ്റിസൈഡ്സിനെ ഡീഗ്രേഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് എൻസൈമാറ്റിക് ആക്ടിവിറ്റി വഴി, രണ്ടാമത്തെ മെറ്റബോളിക് ഡീഗ്രഡേഷൻ വഴി. ഫംഗസ് കുറേയധികം എൻസൈംസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ലാക്കേസ്, മാംഗനീസ് പെറോക്സിഡൈസസ് പോലുള്ളതൊക്കെ. അത് നമ്മുടെ പെസ്റ്റിസൈഡ്സിൻ്റെ മോളിക്യൂൾസിനെ സിംപ്ലർ മോളിക്യൂൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. അങ്ങനെയാണ് എൻസൈമാറ്റിക് ആക്ടിവിറ്റി വഴി ഫംഗസ് പെസ്റ്റിസൈഡ്സിനെ ഡീഗ്രേഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ പറയുന്നത് മെറ്റബോളിക് ഡീഗ്രഡേഷൻ വഴി. ഇതിൽ ഫംഗസ് പെസ്റ്റിസൈഡ്സിനെ ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യും. എന്നിട്ട് അതിലുള്ള കാർബണിയും അതിൻ്റെ എനർജീൻ്റെയും ഫംഗസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പെസ്റ്റിസൈഡ് ഡീഗ്രഡേഷന് യൂസ് ചെയ്യുന്ന കുറച്ച് ഫംഗസുകളാണ് ആസ്പെർജില്ലസിൻ്റെ സ്പീഷീസുകൾ, ട്രമീറ്റ്സ്, പ്ലൂറോട്ടസ്, പെൻസിലിയം, ട്രൈക്കോഡർമ തുടങ്ങിയതൊക്കെ. മഷ്റൂമായിട്ടുള്ള പ്ലൂറോട്ടസ് ഓസ്ട്രിയേറ്റസ് എന്നുള്ള ഫംഗസ് DDT, പെൻറ്റാക്ലോറോഫിനോൾ തുടങ്ങിയിട്ടുള്ള പെസ്റ്റിസൈഡ്സിനെയൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യുസേരിയം എന്നുള്ള ഫംഗസ് ഇൻസെക്ടിസൈഡ് ആയിട്ടുള്ള ക്ലോറോപൈറിഫോസിനെ ഡീഗ്രേഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പെസ്റ്റിസൈഡിൻ്റെ ഡീഗ്രഡേഷന് ഫംഗസ് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള യൂസസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ ഹെൽപ്പ് എന്ന് പറയുന്നത് ബയോ റെമഡിയേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിൻ്റെ റീസ്റ്റോറേഷനും ഫംഗസ് ഹെൽപ്പ് ചെയ്യും ഇതുവഴി. അഗ്രികൾച്ചറൽ ഫീൽഡിൽ വരുന്ന ഇല്ലെങ്കിൽ ഫോറസ്ട്രിയിൽ വരുന്ന രണ്ടാമത്തെ ഫംഗസിൻ്റെ യൂസാണ് പറയുന്നത് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ എന്നുള്ളത്. ഓർഗാനിക് മാറ്ററിൻ്റെ ഡീകമ്പോസിഷനും ഫംഗസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫംഗസ് ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈംസ് ഓർഗാനിക് മാറ്ററിലുള്ള കോംപ്ലക്സ് സബ്സ്റ്റൻസസ് ആയ സെല്ലുലോസ്, ലിഗ്നിൻ അതിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബയോഡീഗ്രഡേഷൻ എന്നുള്ളത്. ബയോഡീഗ്രഡേഷൻ്റെ ഫലമായിട്ട് കുറേയധികം ന്യൂട്രിയൻസും സോയിലോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു സാപ്രോഫൈറ്റായിട്ട് ആക്ട് ചെയ്തിട്ടാണ് ഫംഗസ് ഓർഗാനിക് മാറ്ററിൻ്റെ ഡീഗ്രഡേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഫംഗൽ ഡീകമ്പോസിഷൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻസൈം സെക്രീഷനാണ്. ഫംഗസ് ഒരുപാട് എക്സ്ട്രാ സെല്ലുലാർ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ലാക്കേസ്, പെറോക്സിഡേസ് തുടങ്ങിയതൊക്കെ. ഫംഗസ് ആദ്യം നമ്മുടെ എൻസൈം സെക്രീറ്റ് ചെയ്യും. ഈ എൻസൈംസ് ഫംഗൽ സെല്ലിൻ്റെ പുറത്ത് പോയിട്ട് അവിടെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ട് മാറ്റും. അതാണ് എക്സ്റ്റേണൽ ഡൈജഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ സിംപ്ലിഫൈഡ് ആക്കിയിട്ടുള്ള മോളിക്യൂൾസ് തന്നെ നമ്മുടെ ഫംഗസ് പിന്നെ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ അതായത് ഫംഗസിൻ്റെ തന്നെ ഗ്രോത്തിനും മെറ്റബോളിസത്തിനും വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യും. ഈ മെറ്റബോളിസത്തിൻ്റെ ഒക്കെ ഫലമായിട്ട് ലാസ്റ്റ് അത് എന്തുണ്ടാക്കും? ഹ്യൂമസ് ഉണ്ടാക്കും. അത് ന്യൂട്രിയൻ റിച്ച് ആണ്. അത് പ്ലാന്റ് ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഫംഗസ് ഡീകമ്പോസേഴ്സിൻ്റെ റോള് വഹിക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഒരുപാട് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസും ഉണ്ട്. അത് ന്യൂട്രിയൻ സൈക്ലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സോയിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കാർബൺ സൈക്കിളിലും പ്രധാന ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അടുത്തത് പറയുന്നത് ഫംഗസിൻ്റെ അഗ്രികൾച്ചറൽ ഫീൽഡിലുള്ള മൂന്നാമത്തെ യൂസാണ് ഡീഗ്രഡേഷൻ ഓഫ് ലിഗ്നിൻ എന്ന് പറയുന്നത്. ഫംഗസ് ലിഗ്നിനെ ലിഗ്നോലൈറ്റിക് എൻസൈംസ് വഴി ബ്രേക്ക് ഡൗൺ ചെയ്യും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ലിഗ്നോലൈസിസ് എന്നുള്ളത്. ലിഗ്നിനെ ഡീഗ്രേഡ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് വൈറ്റ് റോട്ട് ഫംഗസുകളാണ്. അത് റിലീസ് ചെയ്യുന്ന ലിഗ്നിൻ പെറോക്സിഡേസസ്, മാംഗനീസ് പെറോക്സിഡേസസ്, അതുപോലെ തന്നെ ലാക്കേസസ്. ഇതിൻ്റെ ഒപ്പം തന്നെ കോ സബ്സ്ട്രേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ്, ഓക്സിജൻ, ഇതെല്ലാതും ലിഗ്നിൻ്റെ
റിങ്ങിനെ ഓപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻസൈമുകളുടെ ആക്ടിവിറ്റി ലിഗ്നിനെ കാർബൺ ഡൈ ഓക്സൈഡും മറ്റു ചില സിംപ്ലർ മോളിക്യൂൾസുമായിട്ട് മാറ്റുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ലിഗ്നിൻ ഡീഗ്രഡേഷൻ വർക്ക് ആവുന്നതെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിഗ്നിൻ്റെ ഡീഗ്രഡേഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസാണ് ലിഗ്നിൻ പെറോക്സിഡേസസ്, മാഗ്നീസ് പെറോക്സിഡേസസ്, വെർസറ്റൈൽ പെറോക്സിഡേസസ്, ലാക്കേസസ്, H2O2 തുടങ്ങിയതൊക്കെ. ലിഗ്നിൻ പെറോക്സിഡേസസ് ലിഗ്നിൻ്റെ നോൺ ഫീനോളിക് യൂണിറ്റിനെ ഓക്സിഡൈസ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. മാഗ്നീസ് പെറോക്സൈഡ് പ്രൈമറി ലിഗ്നിനെ തന്നെയാണ് ഓക്സിഡൈസ് ചെയ്യുന്നത്. വെർസറ്റൈൽ പെറോക്സിഡേസ് ഫീനോളിക്കും നോൺ ഫീനോളിക്കും ആയിട്ടുള്ള ലിഗ്നിനെ ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. ലാക്കേസസ് ആക്ട് ചെയ്യുന്നത് ലിഗ്നിൻ്റെ ഡീഗ്രഡേഷൻ ആവശ്യമായിട്ടുള്ള ഓക്സിജനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്സെപ്റ്ററായിട്ടാണ് ലാക്കേസസ് ആക്ട് ചെയ്യുന്നത്. H2O2 നമ്മുടെ ലിഗ്നിൻ്റെ ഡീഗ്രഡേഷന് ആവശ്യമാണ്. എൻസൈംസ് ആയിട്ടുള്ള ഗ്ലയോക്സൽ ഓക്സിഡൈസസ്, അറൈൽ ആൽക്കഹോൾ ഓക്സിഡൈസസ് ഇവ രണ്ടുമാണ് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ പ്രൊഡക്ഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് ലിഗ്നിൻ്റെ ഡീഗ്രഡേഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന ഫംഗസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു വൈറ്റ് റോട്ട് ഫംഗസാണ് കൂടുതലായിട്ട് ലിഗ്നിൻ്റെ ഡീഗ്രഡേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഫെനറോകീറ്റെ, ക്രൈസിസ്പോറിയം, ട്രമീറ്റസ്, വേഴ്സ്കി കളർ തുടങ്ങിയതൊക്കെയാണ്. ബ്രൗൺ റോട്ട് ഫംഗസും സോഫ്റ്റ് റോട്ട് ഫംഗസും വളരെ കുറവായിട്ടാണ് ലിഗ്നിൻ്റെ ഡീഗ്രഡേഷനിൽ പങ്കെടുക്കുന്നത്. റീസെൻ്റ് റിസർച്ചുകളിൽ പറയുന്നുണ്ട് കുറച്ച് അനേറോബിക് ആയിട്ടുള്ള ഫംഗസുകളും ലിഗ്നിൻ്റെ ഡീഗ്രഡേഷന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത്. ലിഗ്നിൻ്റെ ഡീഗ്രഡേഷൻ നാച്ചുറൽ ഡീകമ്പോസിഷനും ബയോഫ്യൂലിൻ്റെ പ്രൊഡക്ഷനും ബയോ റിമഡിയേഷനും ഹെൽപ്ഫുള്ളാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോൾ ഓഫ് ഫംജൈ ഇൻ മെഡിസിൻ എന്നുള്ളതാണ്. മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ ഫംഗസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, കൊളസ്ട്രോൾ ലോവറിങ് ഡ്രഗ്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, ഇമ്മ്യൂണോ സപ്രസൻസിൻ്റെ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ആൻറ്റി ക്യാൻസറസ് ഏജൻസിൻ്റെ പ്രൊഡക്ഷൻ, വൈറ്റമിൻസിൻ്റെ പ്രൊഡക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫംഗസ് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രൊഡക്ഷനിൽ ഫംഗസ് എങ്ങനെയൊക്കെ റോൾ വഹിക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് 1944 അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ആദ്യമായിട്ടൊരു ആൻറ്റിബയോട്ടിക് ഡ്രഗ് ഡിസ്കവർ ചെയ്തത്. അത് പെൻസിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റിബയോട്ടിക്കിനെയാണ് അദ്ദേഹം ഡിസ്കവർ ചെയ്തത്. അത് പെൻസിലിയം നൊട്ടേറ്റം എന്നുള്ള ഫംഗസ് എന്നാണ് പെൻസിലിൻ എന്നുള്ള ആൻറ്റിബയോട്ടിക്കിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തത്. പെൻസിലിൻ നമുക്ക് പെൻസിലിയം ക്രൈസോജീനം, പെൻസിലിയം നൊട്ടേറ്റം ഈ ഫംഗസ് എന്നൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ന്യൂമോണിയ, ടെറ്റനസ്, ഡിഫ്തീരിയ എന്നുള്ള അസുഖങ്ങൾക്ക് എതിരെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ആൻറ്റിബയോട്ടിക്കാണ് ഗ്രീസിയോ ഫൾവിൻ എന്ന് പറയുന്നത്. അത് പെൻസിലിയം ഗ്രീസിയോ ഫൾവിൻ എന്നുള്ള ഫംഗസ് എന്നാണ് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ളത്. അത് അത്ലറ്റിക് ഫ്രൂട്ട്, റിംഗ്വേം ഡിസീസിനെതിരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ സിഫാലോസ്പോറിൻ എന്നുള്ള ആൻറ്റിബയോട്ടിക് ഡിറൈവ് ചെയ്തെടുത്തത് സിഫാലോസ്പോറിയം, അക്രിമോണിയം തുടങ്ങിയിട്ടുള്ള ഫംഗസ് എന്നാണ്. ഇത് ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ്, ഗൊണേറിയ തുടങ്ങിയ ഡിസീസിനെതിരെ ട്രീറ്റ് ചെയ്യാനുള്ളതാണ്. അടുത്തൊരു ആൻറ്റിബയോട്ടിക്കാണ് പ്രോലിഫെറിൻ എന്നുള്ളത്. ഇത് ആസ്പെർജില്ലസ് പ്രോലിഫെറൻസ് എന്നുള്ള ഫംഗസ് എന്നാണ് ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ട്യൂബർകുലോസിസിനെതിരെ യൂസ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ആൻറ്റിബയോട്ടിക്സും അത് ഏത് ഫംഗസ് എന്നാണ് കിട്ടുന്നതും അത് എന്തിനെതിരെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നും നോക്കാം. ഫസ്റ്റ് വൺ പെൻസിലിയം നമ്മൾ പറഞ്ഞു. അത് പെൻസിലിയം നൊട്ടേറ്റം, പെൻസിലിയം ക്രൈസോജീനം എന്നുള്ള ഫംഗസ് എന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് എതിരെയായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് പ്രോലിഫെറിൻ എന്നുള്ളത്. അത് ആസ്പെർജില്ലസ് പ്രോലിഫെറൻസ് എന്നുള്ള ഫംഗസ് എന്നാണ് എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ട്യൂബർകുലോസിസിനെതിരെ നമ്മൾ യൂസ് ചെയ്യുന്നു. അടുത്തത് ഐസോപെൻസിലിനാണ്. അത് പെൻസിലിയം ക്രൈസോജീനത്തിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തുള്ളത്. അത് ബാക്ടീരിയയ്ക്കെതിരെയാണ് യൂസ് ചെയ്യുന്നത്. എൽ സാർസിൻ എന്നുള്ള ആൻറ്റിബയോട്ടിക് ആസ്പെർജില്ലസ് ജൈജാറ്റിയസ് എന്നുള്ള ഫംഗസ് എന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തുള്ളത്. ട്യൂമറിനെതിരെ യൂസ് ചെയ്യുന്നു. റാമിസിൻ എന്നുള്ള ആൻറ്റിബയോട്ടിക് മ്യൂക്കർ റാമൻ നിയാനുസ് എന്നുള്ള ഫംഗസ് എന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ബാക്ടീരിയയ്ക്കെതിരെയാണ് യൂസ് ചെയ്യുന്നത്. ക്യാമ്പസ്ട്രിൻ എന്നുള്ള ആൻറ്റിബയോട്ടിക് പാലിയോട്ട ക്യാമ്പസ്ട്രിസ് എന്നുള്ള ഫംഗസിനാണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ബാക്ടീരിയയ്ക്കെതിരെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് അസ്റ്റിലാജിക് ആസിഡ് എന്നുള്ള ആൻറ്റിബയോട്ടിക് സ്റ്റിലാഗോമൈഡിസ് എന്നുള്ള ഫംഗസിനാണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഫംഗസിനെതിരെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെവഹറിൻ എന്നുള്ള ആൻറ്റിബയോട്ടിക് ആസ്പെർജില്ലസ് നിഗർ എന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ബാക്ടീരിയ, ട്യൂമർ എന്നിവയ്ക്കെതിരെയാണ് യൂസ് ചെയ്യുന്നത്. ബാക്കാറ്റിൻ എ എന്നുള്ള ആൻറ്റിബയോട്ടിക് ഗിബറല്ല ബക്കാറ്റ എന്നുള്ള ഫംഗസിനാണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ബാക്ടീരിയ, ഫംഗസ് എന്നിവയ്ക്കെതിരെ ഉപയോഗിക്കുന്നു. സിഫാലോസ്പോറിയം സ്പീഷീസ് എന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്കെതിരെയാണ് യൂസ് ചെയ്യുന്നത്. ഫിമാഗ്ലിൻ എന്നുള്ള ആൻറ്റിബയോട്ടിക് ആസ്പെർജില്ലസ് ഫിമാഗാറ്റസ് എന്നുള്ള ഫംഗസ് എന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് അമീബ, സ്റ്റെഫൈലോകോക്കസ്, ബാക്ടീരിയോഫേജ് എന്നിവയ്ക്കെതിരെ ആക്ട് ചെയ്യും. അടുത്തൊരു ആൻറ്റിബയോട്ടിക്കാണ് ഗ്രീസിയോ ഫൾവിൻ എന്നുള്ളത്. അത് പെൻസിലിയം നിഗ്രൻസ്, പെൻസിലിയം ആർട്ടിക്, പെൻസിലിയം ഗ്രീസിഫൾവം തുടങ്ങിയ
ഫംഗസിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഫംഗസിനെതിരെയാണ് ആക്ട് ചെയ്യുന്നത്. ട്രൈക്കോതെസിനാണ് അടുത്ത ആൻറ്റിബയോട്ടിക്. ഇത് തെസിയം റോസി എന്നുള്ള ഫംഗസിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തുള്ളത്. ഇത് വൈറസ്, ഫംഗസ് എന്നിവയ്ക്കെതിരെ ആക്ട് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ആൻറ്റിബയോട്ടിക്കാണ് ആൻറ്റിയോമീബിൻ എന്നുള്ളത്. ഇത് എമരിസെല്ലോപ്സിസ് പൂനൻസിസ് എന്നുള്ള ഫംഗസിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തുള്ളത്. ഇത് പ്രോട്ടോസോമിനെതിരെയും ഹെൽമിന്തസിനെതിരെയും യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് വിറിഡിൻ എന്നുള്ളത്. ഗ്ലിയോക്ലേഡിയം വിറൻസ് എന്നുള്ള ഫംഗസിൽ നിന്നാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഫംഗസിനെതിരെ ആക്ട് ചെയ്യുന്നുണ്ട്. ഫ്യൂസീഡിക് ആസിഡാണ് അടുത്ത ആൻറ്റിബയോട്ടിക്. ഇത് ഫ്യൂസീഡിയം കോക്സീഡിയം എന്നുള്ള ഫംഗസിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ബാക്ടീരിയക്കെതിരെ യൂസ് ചെയ്യുന്നു. ഹെലിനിൻ എന്നുള്ളതാണ് അടുത്ത ആൻറ്റിബയോട്ടിക്. ഇത് പെൻസിലിയം ഫ്യൂണിക്കുലോസ് എന്നുള്ള ഫംഗസിന് നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് വൈറസിനെതിരെ ആക്ട് ചെയ്യുന്നു. അടുത്തൊരു ആൻറ്റിബയോട്ടിക്കാണ് പൊരിസിൻ എന്നുള്ളത്. ഇത് പൊരിയ കോർട്ടിക്കോള എന്നുള്ള ഫംഗസിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ട്യൂമറിനെതിരെ യൂസ് ചെയ്യുന്നു. അടുത്തൊരു ആൻറ്റിബയോട്ടിക്കാണ് വോർട്ടമാനിൻ എന്നുള്ളത്. ഇത് ടെലാറോമൈസിസ് വോർട്ടമാനി എന്നുള്ള ഫംഗസിനാണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഫംഗസിനെതിരെയാണ് ആക്ട് ചെയ്യുന്നത്. എസ്പെഷ്യലി ബോട്രൈറ്റിസ്, ക്ലാഡോസ്പോറിയം, അതുപോലെ റൈസോപ്പസ് എന്നുള്ള ഫംഗസിനെതിരെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. വൈറ്റമിൻസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും നമ്മുടെ ഫംഗസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫംഗസുകളാണ് ഐഷാബി ഗോസിപ്പി, എറിമോതീഷ്യം ഐഷാബി, കാൻഡിഡ ഫെമാറ്റ, ആസ്പെർജില്ലസ് ടെറിയസ്. അടുത്തത് വൈറ്റമിൻ B5. അതിന് പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫംഗസുകളാണ് സെക്കാറോമൈസിസ് സർവീസിയെ, ലാബറോമൈസിസ് കാസ്റ്റലി, ഫ്യൂസേറിയം ഓക്സിസ്പോറം തുടങ്ങിയത്. അടുത്തതാണ് വൈറ്റമിൻ B6. അതിൻ്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് സെക്കാറോമൈസിസ് സർവീസിയെ, പിച്ചിയ, ഗുല്ലിറോമോണ്ടി തുടങ്ങിയത്. അടുത്തതാണ് B9. സെക്കാറോമൈസിസ് സർവീസിയെ, ഐഷാബി ഗോസിപ്പി. ഇവ രണ്ടുമാണ് B9ൻ്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ D2ൻ്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് മഷ്റൂംസ്, സെക്കാറോമൈസിസ്, ക്ലാവിസെപ്സ് പർപ്യൂറിയ തുടങ്ങിയതൊക്കെയാണ്. അടുത്തതാണ് കരോട്ടിനോയിഡ്സ്. അതായത് പ്രോവൈറ്റമിൻ എൻ്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫംഗസാണ് ബ്ലക്കൽസിയ ട്രൈസ്പോറ. ആൻറ്റി ക്യാൻസർ ഏജൻസ് ആയിട്ടും ഫംഗസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് അഗാരിക്കസ് ബ്ലസൈ മുറിൽ എന്നുള്ളത്, നമ്മുടെ ആൽമണ്ട് മഷ്റൂം. ഇത് ലുക്കീമിയ, പ്രോസ്ട്രേറ്റ്, ഒവേറിയൻ, സെർവിക്കൽ ക്യാൻസറിനെതിരെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഗ്യാനോഡെർമ ലുസിഡി എന്നുള്ളത്. അത് മഷ്റൂം ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ലിവർ ക്യാൻസർ ഇതിനൊക്കെ എതിരെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലെൻറ്റിനുല ഈഡോട്സ് എന്നുള്ള ഫംഗസ് ലെൻറ്റിനാൻ എന്നുള്ള ഒരു ആൻറ്റി ക്യാൻസർ ഡ്രഗ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് കീമോതെറാപ്പീൻ്റെ സമയത്തുള്ള ഇമ്മ്യൂൺ റെസ്പോൺസൊക്കെ എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗ്രൈഫോള ഫ്രണ്ടോസ എന്നുള്ള ഫംഗസ് ഉൽപ്പാദിപ്പിക്കുന്ന ഡ്രഗ് അത് ട്യൂമർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മീറ്റസ് വിസ്കളർ, ഇതിനും ആൻറ്റി ട്യൂമർ പ്രോപ്പർട്ടീസ് ഉണ്ട്. അടുത്തൊരു ഫംഗസാണ് ഇനോനോട്ടസ് ഒബ്ലിക്കസ് എന്നുള്ളത്. ഇത് ക്യാൻസർ സെല്ലിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അപ്പോട്ടോസിസ് ഇൻഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫംഗസ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റിൻസ് ആണ് മെയിനായിട്ട് കൊളസ്ട്രോൾ ലോവറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആസ്പെർജില്ലസ് ടെറിയസ്. ഇത് നമ്മുടെ ലോവാസ്റ്റാറ്റിനും അതുപോലെ തന്നെ കോമ്പാക്റ്റിനും മെവാസ്റ്റാറ്റിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പെൻസിലിയം സ്പീഷീസ് ലോവാസ്റ്റാറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മൊണാസ്കസ് സ്പീഷീസ് കോമ്പാക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്ലൂറോട്ടസ് ഓസ്ട്രിയാറ്റസ് ഫംഗസ് നാച്ചുറൽ സ്റ്റാറ്റിൻസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു മെഡിക്കൽ യൂസാണ് ഫംഗസ് ഇമ്മ്യൂണോ സപ്രസൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡ്രഗും ഫംഗസും അതിൻ്റെ യൂസസും നോക്കാം. സൈക്ലോസ്പോറിൻ എ എന്നുള്ള ഇമ്മ്യൂണോ സപ്രസൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോളിപ്പോക്ലേഡിയം ഇൻഫ്ലാറ്റം എന്നുള്ള ഫംഗസാണ്. ഇത് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിൽ ഓർഗൻ റിജക്റ്റ് ആവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ഇമ്മ്യൂണോ സപ്രസൻ്റ് ആണ് ടാക്രോലിമസ് എന്നുള്ളത്. ഇത് ഫംഗസ് ആയിട്ടുള്ള സ്ട്രെപ്റ്റോമൈസിസ്, കൂബിയൻസിസ് തുടങ്ങിയുള്ള ഫംഗസിനാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഇതും ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിൽ ഓർഗൻ റിജക്റ്റ് ആവാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ഇമ്മ്യൂണോ സപ്രസൻ്റ് ആണ് സിറോലിമസ് എന്നുള്ളത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്ട്രെപ്റ്റോമൈസിസും ഹൈഗ്രോസ്കോപ്പിയസും ആണ്. ഇതും ഓർഗൻ റിജക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അടുത്തതായി നമ്മൾ പറയുന്നത് ഫംഗസിൻ്റെ ഇൻഡസ്ട്രിയിലുള്ള യൂസസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഫംഗസും അതിൻ്റെ യൂസസും ടേബിൾ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് പറയുന്ന ഫംഗസ് പെൻസിലിയം റോക്കിഫോറിയം പെൻസിലിയം ക്യാമംബർട്ടിയാണ്. ഇത് ചീസിൻ്റെ പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആസ്പെർജില്ലസ് നിജൻ, ആസ്പെർജില്ലസ് ടെറിയസ്, ആസ്പെർജില്ലസ് ഒറൈസെ. ഇത് സിട്രിക് ആസിഡ്, ഗ്ലൂക്കോണിക് ആസിഡ്, അക്കോണിക് ആസിഡ്, പിന്നെ വൈറ്റമിൻസ് ഇതിൻ്റെയൊക്കെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തംനീഡിയം എലഗൻസ് എന്നുള്ള ഫംഗസ് ബീഫിൻ്റെ ടേസ്റ്റും ടെൻഡർനെസ്സും കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അടുത്തതാണ് ആസ്പെർജില്ലസ് ഒറൈസെ. ഇത് സോയ് സോസിനെ ഫെർമെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് റൈസോപ്പസ് സ്പീഷീസ്. റൈസോപ്പസ് സ്പീഷീസ് ഫിമാരിക് ആസിഡിൻ്റെയും ലാക്റ്റിക് ആസിഡിൻ്റെയും ഗിബർലിക് ആസിഡിൻ്റെയൊക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലാസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫംഗൽ ടോക്സിൻസ് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് എന്നുള്ള ടോപ്പിക്കാണ്. ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത് ഫംഗസിൻ്റെ യൂസ്ഫുൾ എഫക്റ്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഫംഗൽ ടോക്സിൻ മൂലം ഉണ്ടാകുന്ന ഹാംഫുൾ എഫക്റ്റും അത് ഹ്യൂമൻ ഹെൽത്തിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുവെന്ന് നോക്കാം. ഫംഗൽ ടോക്സിനെ വേറെ വിളിക്കുന്ന പേരാണ് മൈക്കോടോക്സിൻസ് എന്നുള്ളത്. ഫംഗൽ ടോക്സിൻസ് അക്യൂട്ട് പോയ്സണിങ്, അതായത് നോസിയ, വോമിറ്റിംഗ്, ഡയറിയ അങ്ങനെയുള്ള അസുഖങ്ങളും ഉണ്ടാക്കാം. ലോങ് ടേം എഫക്റ്റ് ആയിട്ടുള്ള ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി, ഓർഗൻ ഡാമേജ്, ക്യാൻസർ തുടങ്ങിയവയും ഉണ്ടാക്കാം. കുറച്ച് മൈക്കോടോക്സിൻസിനെ പരിചയപ്പെടാം. ഒന്നാമത്തെയാണ് അഫ്ലാടോക്സിൻ. അഫ്ലാടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആസ്പെർജില്ലസ് ഫംഗസ് ആണ്. ഇത് ലിവർ ടോക്സിനും കാർസിനോജൻസും പ്രൊഡ്യൂസ് ചെയ്യും. അടുത്തൊരു മൈക്കോടോക്സിനാണ് ഫ്യൂമോനിസിൻസ് എന്നുള്ളത്. ഇത് മെയ്സ്, സ്വർഗം തുടങ്ങിയതിലാണ് കാണുന്നത്. ഇത് അബ്ഡോമൈൻ പെയിനിനും ലോങ് ടേം ക്യാൻസർ റിസ്കിനും കാരണമാകുന്നുണ്ട്. അടുത്തൊരു മൈക്കോടോക്സിനാണ് ഒക്രാടോക്സിൻ എന്നുള്ളത്. ഇത് ബാൽക്കൻ എൻഡമിക് നെഫ്രോപ്പതിക്ക് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഹ്യൂമൻ കാർസിനോജനുമാണ്. അടുത്തൊരു മൈക്കോടോക്സിനാണ് ട്രൈക്കോതിസീൻസ് എന്നുള്ളത്. ഇത് ഗ്രെയിൻസിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഇഷ്യൂസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ടിഷ്യൂസിൻ്റെ റാപ്പിഡ് പ്രോലിഫറേഷനും കാരണമാകുന്നുണ്ട്. അടുത്തൊരു മൈക്കോടോക്സിനാണ് എർഗോട്ട് ആൽക്കലോയിഡ്സ് എന്നുള്ളത്. ഇത് ക്ലാവിസെപ്സ് ഫംഗസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് സെറിയൽസിന് കണ്ടാമിനേഷന് കാരണമാകും. അതുവഴി എർഗോട്ടിസം കോസ് ചെയ്യും.